ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ കൊറോണ സമയത്ത് റൂട്ട് മാപ്പും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് നാട്ടിൽ ജനങ്ങളെ പിടിച്ചൊരു സമയമുണ്ട്. കേരള പോലീസും നമ്മുടെ കേരളത്തിന്റെ ഭരണകൂടവും തമ്മിൽ ഉണ്ട്. ഇപ്പൊ ഉള്ള ലഹരി മരുന്നിനെതിരെ അങ്ങനെ പിടിക്കാൻ കഴിയാത്ത, ഞാൻ കേരള സർക്കാർ മോശമാണെന്നോ അല്ലെങ്കിൽ കേരള പോലീസ് മോശമാണെന്നൊന്നും അല്ലട്ടോ പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ പിടിച്ചുകൂടാ? കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്നവരൊക്കെ ലഹരിക്ക് അടിമയുമാണ് അല്ലെ? അവരോട് പറയാനുള്ളത് എന്താ? ഇന്നലെ നടന്ന കൊലപാതകം എന്ന് പറഞ്ഞിട്ട് 5 പേരെ, എന്നിട്ട് അവൻ വിഷം കുടിച്ചിട്ട് മരിക്കാനും ശ്രമിച്ചിരിക്കണം. അങ്ങനെ അവനക്ക് മരിക്കണം എന്നിട്ടുണ്ടെങ്കിൽ അവനക്കത് മരിച്ചാൽ പോലെ എന്തിനാണ് മറ്റുള്ളവരെ കൊന്നുകാണ്ട് അവൻ മരിക്കാൻ പോകുന്നത്? സ്വന്തം മാതാവിനെ കൊല്ലാനൊക്കെ എങ്ങനെയാണ് മനസ്സ് വരുന്നത് ഓരോരുത്തർക്ക്? എവിടെ നോക്കിയാലും മാതാവിനെ കൊന്ന കഥകളാണുള്ളത്. സ്വന്തം മകനോടൊന്ന് മനസ്സറിഞ്ഞ് സംസാരിക്കാൻ പോലും അമ്മമാർക്ക് ഭയമാണ്. സഹോദരന്റെ പിന്നാലെ പോകാൻ സഹോദരിക്ക് ഭയമാണ്. മനസ്സിലാക്കണം, നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും കൊല്ലണം അല്ലെങ്കിൽ ആരെങ്കിലും എന്തിനാണ് നിങ്ങൾ കൊല്ലുന്നത്? എന്തിനാണ്? കാരണം എത്രയോ പ്രതീക്ഷയോടെ ജീവിക്കുന്ന മനുഷ്യരാണ്. എടാ, നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മാതാവിന് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വല്ല വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി കൊടുക്കുക. അവിടെ നോക്കാൻ ഒരുപാട് പേരുണ്ട്. ഇനി നിങ്ങൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് പോവുക. എന്തിനാണ് ഓരോരുത്തർ കൊന്നു തള്ളണം? എന്തിനാണ്? കേരളം വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ആരോ ഒരു പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, കേരളം ഒരു ഭ്രാന്താലയമാണെന്നുള്ളത്. അന്നത് പറഞ്ഞ് വേറെ കുറെ അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പറഞ്ഞതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. ലഹരിക്ക് എല്ലാവരും 100, 90, 70% യുവാക്കളൊന്നും ലഹരിക്ക് അടിമയാണ്.